ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം. അപ്പോൾ ഇതിൽ നമുക്ക് 3 കപ്പ് അരി, ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിൽ 3 കപ്പ്. പിന്നെ അതിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അരക്കണം. അപ്പോൾ 4 മണിക്കൂർ അതിനങ്ങനെ വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ 3 കപ്പ് അരി, ഈ കപ്പിൽ 3 കപ്പ് അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരിക്കും, ഇഡ്ഡലി അരി. ഇനി നമുക്കിത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അരക്കേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ അരി ഇതുപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയാണ്. അതുപോലെ ഇനി ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് 400 ഗ്രാം ശർക്കര അത് ഇനി ഒന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഒരു 5 പാളയംകുടമ്പഴം. അപ്പോൾ ആദ്യം നമ്മൾ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കണം. ആ കൂട്ടത്തിൽ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പൊടി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ അരി വെള്ളത്തിയിട്ട് കുതിർത്തി അത് പൊടിച്ചെടുത്തതാണ്. അതുപോലെ ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് 400 ഗ്രാം ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഒരു 5 പാളയംകുടമ്പഴം. അപ്പോൾ നമ്മൾ ആ പൊടി ശർക്കരപ്പാനിയിൽ ഒന്ന് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഈ പാളയംകുടമ്പഴം അടിച്ചെടുത്തിരിക്കണം. അതുകൂടെ ഇതിലിട്ടിട്ട് ഒന്നുകൂടെ അടിക്കണം. അതൊരു 5 പഴം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പഴം അടിച്ചെടുത്തതും കൂടെ ഇട്ടിട്ട് ഇനി ആ മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിക്കും. അപ്പോൾ ഇത് ആ പഴവും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഒരു 6 മണിക്കൂർ അങ്ങനെ അനങ്ങാതെ വെക്കുക. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഏലക്കപ്പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി, എള്ള് ഒക്കെ നമുക്ക് ചേർക്കാം. അതൊക്കെ വേണമെങ്കിൽ നാളെ രാവിലെ ചേർത്താൽ മതി. നാളെ രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചേർക്കുക. ഒരു 15 ഏലക്ക പൊടിച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ആറ് മണിക്കൂർ മുമ്പ് അരി അരച്ച് വെച്ചു. അരി ശർക്കരയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കണം, നെയ്യിൽ വറുത്ത് ചേർക്കണം. അപ്പോൾ അത് തേങ്ങാക്കൊത്ത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നല്ലപോലെ വറുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടും വരെ വറുത്ത്. ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി ഒരു ബ്രൗണിഷ് കളറാണ്. ഇപ്പോൾ ഒരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. ഇനി ഈ നെയ്യിൽ തന്നെ ഇട്ട് നമ്മൾ ഇച്ചിരി എള്ളു കൂടെ വറുത്തെടുക്കും. തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയ ആ നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് എള്ളിട്ട്, 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് വറുക്കുക.
എള്ള് നമുക്ക് വറക്കണമെന്നില്ല, അത് ഇതിൻ്റെ അകത്തോട്ട് നേരിട്ട് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങ കൊത്ത് നെയ്യടക്കം ഉണ്ണിയപ്പത്തിൻ്റെ സൊല്യൂഷനിലോട്ട് ഒഴിക്കുക, അരി അരച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിക്കുക. അതിൻ്റെ കൂടെ നമ്മളൊരു ഏലക്ക അരച്ചതും കൂടെ, ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുക, അതും കൂടെ ഇടുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയപ്പം ചുടാം. ആദ്യം നമ്മൾ എള്ളിട്ട്, ഇനി ഇത് ആ തേങ്ങ കൊത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഇടാം. ഇനി ഇതിലേക്ക് എള്ള് പൊടിച്ച് വെച്ചിരിക്കണം, എള്ളല്ല, ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചുടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ കുഴികൾ മൂടി കിടക്കണം. ഇതിപ്പോൾ ഏകദേശം 1/2 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം കോരി ഒഴിക്കും. നമ്മൾ ഉണ്ണിയപ്പം ഇതുപോലെ കോരി ഓരോ കുഴിയിലും ഒഴിക്കും. അപ്പം അതിൽ ഈ കറുത്ത കളറുള്ളതൊക്കെ നമുക്ക് കോരാം. അപ്പോൾ അതാ സൂചി കയറിപ്പോകുന്നത് കാണുമ്പോഴറിയാം വളരെ സോഫ്റ്റാണെന്ന്. നെയ്യപ്പം വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി. ഇപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി. അപ്പോൾ നിങ്ങളിത് ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.